ഹലോ ഗായ്സ്, ആനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1186 ബ്രീഫായിട്ടുള്ള സ്പോയിലേഴ്സ് ആണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന പകുതി പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോകുന്നത്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. നമുക്ക് നേരെ സ്പോയിലേഴ്സിലോട്ട് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് വൺസ് മോർ എന്നാണ്. അതുപോലെ തന്നെ കവർ പേജിൽ ഐഡ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ചിത്രം വരയ്ക്കുന്ന യങ് ലോക്കയാണ് കാണിക്കുന്നത്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഗുങ്കോ കിങ് ലൂവനെ കൊല്ലുകയും അതിനുശേഷം എസ്പീരിയ എന്ന് പറയുന്ന കിങ്ഡത്തിൽ നടന്നുകൊണ്ടിരുന്ന ആ ഒരു വാർ തന്നെ സ്റ്റോപ്പ് ചെയ്തു എന്നും പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഗുങ്കോയുടെ ബയോളജിക്കൽ ഫാദർ എന്ന് പറയുന്നത് ഒരു ഗോഡ്സ്നേറ്റ് ആയ ഒരു മാൻമേർ കുടുംബത്തിലെ ഗ്രൗളോ എന്ന് പറയുന്ന ക്യാരക്ടറാണെന്നാണ്. അതായത് നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററിന്റെ അവസാനം കണ്ടിട്ടുള്ള ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സിഗരറ്റ് വലിക്കുന്ന ക്യാരക്ടറാണ് ഗുങ്കോയുടെ ഫാദർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിനും ഗുങ്കോയെ പോലെ രണ്ട് കണ്ണുകൾക്കും രണ്ട് തരം നിറങ്ങളാണെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഗുങ്കോ ബ്രൂക്കിന്റെ തലയിൽ കുത്തുകയും തന്റെ അച്ഛന്റെ കൂടെ ആ ഒരു രാജ്യം വിട്ട് പോയി എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ബ്രൂക്ക് ആ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അവൻ്റെ ആ ഒരു സമ്പത്തിലുണ്ടായിരുന്ന മാനസിക ആഘാതം എന്ന് പറയുന്നത് വളരെയധികം വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ അവൻ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇതിൽ പറയുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബ്രൂക്കിൻ്റെ ഫ്ലാഷ് ബാക്ക് ഇവിടെ എൻഡ് ആകുന്നത്. ഇനി നമ്മൾ നേരെ ഇമു വേഴ്സസ് ലോക്കി ഫൈറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ചാപ്റ്ററിന്റെ അവസാനം ആകുന്ന സമയത്ത് ഇമു വോയിഡ് സെഞ്ചുറിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് 800 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇമു അവിടുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം ലൂഫിയും കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ലൂഫി ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് സ്റ്റാമിനയൊക്കെ തിരിച്ചെടുത്ത് ഇമു വേഴ്സസ് ലോക്കി തമ്മിലുള്ള ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ കയറി ഇമുവിന് നല്ല രീതിയിലുള്ള ഒരു പഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സബോഡി ആർക്കിൽ വെച്ച് ആ ഒരു സെൽസ് ഡ്രാഗൻ എങ്ങനെയാണോ പഞ്ച് കിട്ടിയിട്ടുള്ളത് അതേപോലുള്ളൊരു പഞ്ചാണ് ഇമുവിന് കിട്ടിയതെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി പീക്കായിരിക്കും. കാരണം നമ്മുടെ ഗുങ്കോയുടെ ബയോളജിക്കൽ ഫാദർ ആരാണെന്നും ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ആരാണെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമു സമ 800 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ, അതായത് വോയിഡ് സെഞ്ചുറിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ഇമുക്ക് ലൂഫിയുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു പഞ്ചും ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു കാരണങ്ങൾ കൊണ്ട് അടിപൊളി ചാപ്റ്റർ ആയിരിക്കും നമ്മുടെ ഈ ഒരു വെള്ളിയാഴ്ച ഇറങ്ങാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല നെക്സ്റ്റ് വീക്ക് ബ്രേക്കില്ല എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. എൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആനിമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട് ചാനലൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.